CPM ജനറൽ സെക്രട്ടറിയായി MA ബേബി തെരഞ്ഞെടുക്കപ്പെട്ടു. PB യോഗത്തിൽ MA ബേബിയുടെ പേര് അംഗീകരിച്ചു. EMSന് ശേഷം CPIM ജനറൽ സെക്രട്ടറി പദവിയിൽ എത്തുന്ന രണ്ടാമത്തെ മലയാളിയാണ് MA ബേബി. 2016 മുതൽ CPIMന്റെ കേന്ദ്ര നേതൃത്വത്തിലാണ് ബേബിയുടെ പ്രവർത്തനം. 1989 കേന്ദ്ര കമ്മിറ്റി അംഗമായ ബേബി 2012 PBയിലേക്ക് എത്തുന്നത്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിലെ നൂറ്റാണ്ടിലധിക കാലത്തെ അനുഭവ കരുത്തുമായാണ് MA ബേബി CPIMന്റെ ജനറൽ സെക്രട്ടറി ആവുന്നത് തന്നെ. അടിയന്തരാവസ്ഥ കാലത്തെ വിദ്യാർത്ഥി പോരാട്ടങ്ങളിലൂടെ ഉയർന്നു വന്ന ബേബി സ്വാതന്ത്ര്യാനന്തര തലമുറ കണ്ട രാഷ്ട്രീയ നേതാക്കളിൽ പ്രമുഖനാണ്. രാഷ്ട്രീയത്തിന് പുറമെ സാംസ്കാരിക ചിന്തകനായും സൈദ്ധാന്തികനായും ദാർശനികനായും ഭരണാധികാരിയായും തിളങ്ങിയ ശേഷമാണ് MA ബേബി EMSന്റെ പിൻഗാമിയായി കേരള പാർട്ടിയിൽ നിന്നും ഇന്ത്യൻ പാർട്ടിയുടെ പരമോന്നത പദവിയിലേക്ക് എത്തുന്നത്. 70കളിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉറക്കെ വിളിച്ച മുദ്രാവാക്യം 4.5 പതിറ്റാണ്ടിന് ശേഷം മധുരയുടെ മണ്ണിൽ നിന്നും മുഴങ്ങുകയാണ്. MA ബേബി നമ്മെ നയിക്കും. 1972 9ാം മധുര കോൺഗ്രസിന് മുന്നോടിയായുള്ള കൊല്ലം സംസ്ഥാന സമ്മേളന കാലത്താണ് PM അലക്സാണ്ടർ മാഷിന്റെയും ലില്ലിയുടെയും 8 മക്കളിൽ ഇളയവൻ ബേബി പാർട്ടി അംഗത്വത്തിലേക്ക് എത്തുന്നത്. മധുരയിൽ നിന്ന് തുടങ്ങി മധുരയിൽ എത്തി നിൽക്കുന്ന മറ്റൊരു മധുര മനോഹര സമ്മേളനത്തിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി. അറസ്റ്റും മർദ്ദനവും ജയിലറകളും നിറഞ്ഞ അടിയന്തരാവസ്ഥയുടെ തീച്ചൂള കടന്നെത്തിയ വിപ്ലവ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ആകെ പ്രതീകമാണ് MA ബേബി. പ്രാക്കുളം NSS കോളേജിലെ KSFന്റെ യൂണിറ്റ് സെക്രട്ടറി. 1975 SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു സെക്രട്ടറി. 1979 പാട്നയിൽ നടന്ന അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രകാശ് കാരാട്ടിന്റെ പിൻഗാമിയായി SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയപ്പോൾ സീതാറാം യെച്ചൂരി ആയിരുന്നു ജോയിന്റ് സെക്രട്ടറി. EMS, ബസവ പുന്നയ്യ, ഹർഷൻ സിംഗ്, സുർജീത് തുടങ്ങിയ മഹാമനുഷ്യരുടെ തണലിലായിരുന്നു MA ബേബിയുടെയും വിദ്യാർത്ഥി രാഷ്ട്രീയ ജീവിതം ചുവടുവെച്ചത് തന്നെ. ദില്ലിയിലെ ജൻപദ റോഡിൽ ഒരു കൊച്ചു മുറിയിലായിരുന്നു അക്കാലത്തെ SFIയുടെ ഓഫീസ്. ശൈത്യകാലത്ത് മേശ കട്ടിലാക്കി ജനറൽ കർട്ടനുകൾ ഊരി പുതച്ചുറങ്ങിയ കാലത്തിന് അല്പം കൂടി വിസ്താരം വന്നത് വിതൽഭായ് പട്ടേൽ ഹൗസിലേക്ക് ഓഫീസ് മാറ്റപ്പെട്ടതോടെയാണ്. 1982 സഖാവ് ബെറ്റി ലൂയിസ് ബേബിയുടെ ജീവിത പങ്കാളിയാവുകയായിരുന്നു. 86 രാജ്യസഭാ അംഗമായപ്പോൾ പാർലമെന്റിലെ ബേബി തന്നെയായിരുന്നു MA ബേബി. 92 രാജ്യസഭാ അംഗമായി തുടർന്നു. 84 CPIM സംസ്ഥാന സമിതിയിൽ അംഗമായ ബേബി 87 DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആവുകയായിരുന്നു. 89 കേന്ദ്ര കമ്മിറ്റി അംഗം, 92 കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം, 97 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, 2002 ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, 2012 മുതൽ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. 2006 കുണ്ടറയിൽ നിന്ന് ജയിച്ച് ബേബി VS മന്ത്രിസഭാ അംഗമായി. ജോസഫ് മുണ്ടശ്ശേരിക്ക് ശേഷം കേരളം കണ്ട വിദ്യാഭ്യാസ മന്ത്രിയായി പേരെടുക്കുകയും ചെയ്യുകയായിരുന്നു.